ഡാൻസ് പ്രഭുരയുടെ ഇന്നത്തെ വീഡിയോ ദീപാവലി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മുന്നേ ഞാനൊരു ഫോട്ടോസിൽ ചിരാതുകൾ കൊളുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ജമന്തി പൂക്കൾ ഇടകലർത്തി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ദീപം കൊളുത്തുന്ന ഒരു ഫോട്ടോസ് കണ്ടു. അപ്പോൾ അന്ന് മുതൽ എനിക്കൊരു ആഗ്രഹം, ഇത്തവണത്തെ ദീപാവലിക്ക് വിളക്ക് കൊളുത്തുമ്പോൾ പൂക്കളുണ്ട് എങ്കിൽ ജമന്തി പൂക്കൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ സീസണിൽ നിൽക്കുന്ന ജമന്തി പൂക്കളാണ് കേട്ടോ. കുറച്ച് അവിടെ ഇവിടെയായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ ഞാനും തീരുമാനിച്ചു, വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഓരോ ജമന്തി പൂക്കൾ വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കുന്നു. അങ്ങനെ ഞാൻ പൂക്കളൊക്കെ കളക്ട് ചെയ്യുകയാണ് കേട്ടോ. ആദ്യത്തെ ഓണത്തിനൊക്കെ ഉണ്ടായിരുന്ന ജമന്തി പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൈസൊക്കെ വലുതായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് സമയം ആയതുകൊണ്ട് അതിൻ്റെ സൈസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഒരുവിധം എനിക്ക് ആ ഒരു തട്ടം നിറയെ പൂക്കൾ കിട്ടി. ചിരാതുകളുടെ കാര്യമൊക്കെ ഞാൻ പപ്പേനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി തിരിയൊക്കെ ഇട്ട് പപ്പ എണ്ണയൊക്കെ ഒഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ പൂക്കൾ കളക്ട് ചെയ്ത് കൊളുത്താമെന്നാണ് വിചാരിച്ചിരിക്കണേ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന്. എല്ലാ വീടുകളിലും ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ചുറ്റിനുള്ള എല്ലാ വീടുകളിലും ചിരാത് കൊളുത്തുന്നതിൻ്റെ ഒരു തിരക്ക് നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും ദീപങ്ങൾ കൊളുത്താൻ തുടങ്ങുന്നു, ചിരാതുകൾ എടുക്കുന്നു. അപ്പോൾ നല്ലൊരു ഈ സമയമാകുമ്പോൾ നമ്മൾ ദീപാവലി ആകുമ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തണ്ടെന്ന് വിചാരിച്ചാലും ചുറ്റിനുള്ള ആൾക്കാർ ചെയ്യുമ്പോഴുള്ള ആ ഒരു പോസിറ്റീവ് എനർജി കാരണം നമ്മളും അറിയാതെ അതൊക്കെ ചെയ്തു പോകും. അപ്പോൾ എൻ്റെ ഒന്നും ചെറുപ്പകാലത്ത് ഞാൻ ഇത്രയൊന്നും ആഗ്രഹിച്ച് ദീപാവലി ഒന്നും ആഘോഷിച്ചിരുന്നില്ല. ഇപ്പോൾ വലുതായപ്പോഴാണ് എനിക്കിതെല്ലാം അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ആഘോഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഇപ്പോൾ ഓണം ആയാലും ദീപാവലി ആയാലും കാർത്തിക ആയാലും ഇതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ വലുതായപ്പോഴാണ് കൂടുതലായിട്ടും എനിക്കൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ കിട്ടുന്ന ആഘോഷങ്ങളൊന്നും കളയാതെ എല്ലാം ഇപ്പോൾ സന്തോഷത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ പൂക്കളൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇനി ഇത് മനസ്സിൽ ഐഡിയ ഒന്നും കണ്ടിട്ടില്ല, ഓരോ ദീപങ്ങളുടെ ഇടയ്ക്ക് വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്ലാനൊക്കെ മാറുമെന്ന് തോന്നുന്നുണ്ട്. കാരണം പെട്ടെന്നാണ് കാലാവസ്ഥയൊക്കെ മാറിയത്, നന്നായിട്ട് കാർമേഘം മൂടി. അപ്പോൾ മതിലിലൊക്കെ ഞങ്ങൾ ചിരാത് വെച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ അപ്പോഴാണ് പപ്പ പറയണത് നമുക്ക് എടുക്കാം, കാരണം പെട്ടെന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കൽ പാടായിരിക്കും. അപ്പോൾ ചുറ്റിനെല്ലാം ഓൾറെഡി പപ്പ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചിരാതെല്ലാം അകത്തേക്ക് കയറ്റുക. പെട്ടെന്നെങ്ങാനും മഴ പെയ്താൽ ഓടി എടുക്കാൻ പറ്റില്ല, എണ്ണയൊക്കെ വെള്ളത്തിലാവും. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഈ ഒരു ഇറയത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് മഴ പെയ്തില്ല എങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറ്റാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ള പൂക്കളൊക്കെ വെച്ച് ഞാൻ ദീപങ്ങളുടെ ഇടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തു. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ചെയ്തപ്പം. പക്ഷേ കാറ്റൊരു രക്ഷയില്ല. ഞാൻ തീപ്പെട്ടി ഉരച്ചപ്പോഴത്തേനും കെട്ടുപോയി. അത്ര നല്ല ശക്തിയിലാണ് കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇരുണ്ട് മൂടുകയും ചെയ്തു. എല്ലായിടത്തും ദീപം കൊളുത്താൻ തുടങ്ങി കേട്ടോ. സെയിം ടൈമിലാണ് ഞങ്ങളുടെ അവിടെയുള്ള പരിസരത്തുള്ള എല്ലാവരും വീടുകളിൽ ദീപം കൊളുത്താൻ തുടങ്ങിയത്. പക്ഷെ ഒരു രക്ഷയില്ല, രണ്ടാമത്തെ തീപ്പെട്ടിയും കെട്ടുപോയി. ഞാനിതെങ്ങനെ കത്തിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നേരെ വീട്ടിൽ നോക്കിയപ്പോൾ അവിടെ അവരും കത്തിക്കുന്നുണ്ട്, കെട്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ദീപങ്ങളെല്ലാം എങ്ങനെ തെളിയിക്കുമെന്നറിയില്ല, കാരണം അതുപോലെ കാറ്റ് നമുക്ക് നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാറ്റിനി കൂടി വരുവാണ്, നല്ല മഴ പെയ്യും. അപ്പോൾ വെളിയിൽ ഇനി തിരി കത്തിക്കൽ നടക്കുമെന്ന് തോന്നണില്ല. എന്തായാലും ഇന്ന് മഴയത്തായിരിക്കും ദീപാവലി എന്ന് തോന്നുന്നുണ്ട് ക്ലൈമറ്റൊക്കെ കണ്ടിട്ട്. പത്ത് മിനിറ്റും കൊണ്ട് കത്തിക്കേണ്ട ചിരാതുകളെല്ലാം 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തിട്ടാട്ടോ കത്തിച്ചത്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല കാറ്റ്. ഞാനൊരു ചിരാത് കത്തിക്കും, അടുത്തതിലേക്ക് കയറുമ്പോഴത്തേനും കാറ്റ് വന്ന് കെട്ടുപോകും. എത്ര സമയം ഇത് എടുക്കുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങളത് ചെയ്തു വന്നത്. എല്ലായിടത്തും ഇതൊക്കെ തന്നെ കേട്ടോ അവസ്ഥ. കറക്റ്റ് ആ ദീപം കൊളുത്തേണ്ട ടൈം ആയപ്പോൾ നല്ല മഴക്കാറ് വന്നു. മഴയേക്കാളുപരി നല്ല കാറ്റായിരുന്നു.
ദീപങ്ങളെല്ലാം കൊളുത്തി കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് മഴ പെയ്തു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ അത്ര ശക്തിയിലുള്ള മഴയാണ് പെയ്യണത്. അപ്പോൾ ഇത് മഴയുണ്ട്, കാറ്റുമുണ്ട്, കെട്ടുപോകുന്നൊരു പേടി. എണ്ണയൊക്കെ നിറയെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ കെടാതെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അങ്ങനെ ദീപങ്ങളെല്ലാം തെളിയിച്ച് കഴിഞ്ഞ് സ്വീറ്റ്സൊക്കെ എടുത്ത് വെച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ദീപാവലിക്ക് ഞാനായിട്ട് ഇങ്ങനെ സ്വീറ്റ്സൊക്കെ മേടിച്ച് സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഭയങ്കര നല്ലൊരു സന്തോഷമുള്ളൊരു ദീപാവലി ആയിരുന്നു. പടക്കമൊക്കെ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ അത് വേണ്ടാന്ന് പപ്പ പറഞ്ഞു, അതുകൊണ്ട് ചെയ്തില്ല. പകരം ഞങ്ങൾ സ്വീറ്റ്സൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇത്തവണത്തെ ദീപാവലി ആഘോഷിച്ചു. സ്വീറ്റ്സൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ അന്നേരം. എന്തായാലും ഫ്രീ ആയിട്ടിരിക്കല്ലേ, ദീപാവലി ആയതുകൊണ്ട് ഞാൻ ഓൺലൈൻ ക്ലാസ്സുകളൊന്നും എടുത്തിരുന്നില്ല. അപ്പോൾ ഒരു റീൽസ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. ഞാനൊരു സോങ്ങൊക്കെ നോക്കി പെട്ടെന്ന് റെഡിയായി എടുത്തു. ചില കാര്യങ്ങൾ എനിക്ക് അങ്ങനെയാണ്, പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഡാൻസൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും അത് എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ കിടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത്തവണയും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പെട്ടെന്ന് വന്നു. പ്ലാൻ ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ ഡ്രസ്സും കാര്യങ്ങളും ഇല്ലെങ്കിൽ സോങ്സും എന്താ അതിന് ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതൊക്കെ ഞാൻ മുന്നേ കൂട്ടി പഠിച്ചു വെക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ബ്ലാങ്ക് ആയിട്ടാണ് നിൽക്കണേ. ആ സമയത്ത് തോന്നിയ ഒരു ഐഡിയ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് റെഡിയായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ദീപാവലി വിശേഷങ്ങൾ. ഡാൻസൊക്കെ റീൽസൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്കൊരു സന്തോഷം. എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് എൻഡ് ചെയ്യണത് ഡാൻസിലൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും ഞാൻ ആ സമയത്തൊക്കെ ഒരു റീൽസ് ഷൂട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇത് ഞാൻ തന്നെ ചെയ്തതാണോ, ഇല്ലെങ്കിൽ ആ സമയം ഞാൻ ഇങ്ങനെയാണല്ലോ സെലിബ്രേറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു മെമ്മറി ആയിട്ടാണ് ഞാൻ ഓരോ റീൽസ് എടുക്കുമ്പോഴും എനിക്ക് ഓരോ ആ റീൽസും ഇല്ലെങ്കിൽ ആ ദിവസവും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഓരോ റീൽസ് കാണുമ്പോഴും എനിക്കത് പെട്ടെന്ന് കണക്റ്റ് ആവാറുണ്ട്. അപ്പോൾ എൻ്റെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ.